ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം വിവിധ വകുപ്പുകൾ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ നിർവഹണ പുരോഗതി വിലയിരുത്തുന്നതിനായി നിലമ്പൂരിലെ ഗോത്രവർഗ മേഖലയായ മാഞ്ചേരി ഉന്നതിയിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ, കമ്മീഷൻ അംഗം വി രമേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. മാഞ്ചേരി ഗോത്രമേഖലയിലുള്ള ദീമ്പ് വളവ്, ചൊട്ടാക്കുട്ടി, മൈലാടിപ്പൊട്ടി എന്നിവിടങ്ങളിലെ പൊതുവിതരണ വകുപ്പിന്റെ ഭക്ഷ്യധാന്യ വിതരണ കേന്ദ്രങ്ങൾ കമ്മീഷൻ സന്ദർശിച്ചു. വിതരണ സംവിധാനം വിലയിരുത്തുകയും റേഷൻ വാങ്ങുന്ന ഗോത്രവർഗക്കാരോട് വിവരങ്ങൾ ആരായുകയും ചെയ്തു. മൈലാടിപ്പൊട്ടി ഉന്നതിയിലെ വീടുകളിലും കമ്മീഷൻ സന്ദർശനം നടത്തി. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം വിവിധ വകുപ്പുകൾ നടപ്പിലാക്കുന്ന പദ്ധതി നിർവഹണം വിലയിരുത്തി. ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായും ഊരുമൂപ്പനുമായും കമ്മീഷൻ ചെയർമാൻ സംസാരിച്ചു. ഗോത്രവർഗ മേഖലയിലുള്ളവർ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ വിലയിരുത്തി. റേഷൻ വിഹിതമായി നൽകുന്ന ഗോതമ്പിന് പകരം ഗോതമ്പ് പൊടി നൽകണമെന്ന് ഉന്നതികളിലുള്ളവർ ആവശ്യപ്പെട്ടു. ഗോതമ്പ് പൊടിക്കാനുള്ള സംവിധാനം ഊരുകളിൽ ഇല്ലാത്തതിനാലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ട്രൈബൽ വകുപ്പുമായി ചേർന്ന് ഗോതമ്പ് പൊടിച്ചു നൽകുന്നതിനുള്ള സംവിധാനം ഒരുക്കും. ഉന്നതികളിലുള്ളവർ അനുഭവിക്കുന്ന മറ്റ് പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. മേഖലയിലെ പോഷകാഹാര വിതരണവും ഭക്ഷ്യധാന്യ വിതരണവും നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നും ഭക്ഷ്യവിതരണവുമായി ബന്ധപ്പെട്ട് ട്രൈബൽ വകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കമ്മീഷൻ ശ്രദ്ധ ചെലുത്തുമെന്നും കമ്മീഷൻ അംഗം വി രമേശൻ അറിയിച്ചു. ഇവിടെ ഭക്ഷ്യഭദ്രതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികളുടെ കൃത്യനിർവഹണം എങ്ങനെയെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. നമ്മുടെ ഈ യാത്രയിലുടനീളം റേഷൻ അരിയും മറ്റു കാര്യങ്ങളും അവർക്ക് ലഭ്യമാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നു. എന്നാൽ ഗോതമ്പിന് പകരം ആട്ട വേണമെന്നുള്ള അവരുടെ ഒരു വലിയ ഒരു ആവശ്യമുണ്ട്. അത് കൃത്യമായി നടപ്പാക്കാൻ വേണ്ടി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റും കൂടി ചേർന്ന് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഗവൺമെന്റിന് കത്ത് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അവരുടെ പോഷകാഹാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് ICDS ഒക്കെ ചേർന്നുകൊണ്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന അമൃതം ന്യൂട്രിമിക്സ്, അതായത് സപ്ലിമെന്ററി ന്യൂട്രിയൻസ്, അതൊക്കെ കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളും കുറച്ചുകൂടെ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ അവരോടുള്ള യാത്രകളിൽ അവർക്ക് പലർക്കും നമ്മുടെ പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ പോലും ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടി അവർ പറഞ്ഞിരിക്കുന്ന അവർക്ക് വേണ്ടിയുള്ള വീടുകൾ, മറ്റുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ മെഡിക്കൽ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2 പേരുടെ നമ്മൾ അവിടെ കണ്ടു. ഒരാളെ കണ്ടു, അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? വീരൻ. അദ്ദേഹത്തെ പാണപ്പുഴ വീരൻ. അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് ട്രൈബൽ ഓഫീസറോട് നമ്മൾ അന്നേരം തന്നെ നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. ഇങ്ങനെ എന്നാൽ നമ്മൾ ഒരു ലാർജർ പിക്ചറിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഭക്ഷ്യഭദ്രതാ പദ്ധതികൾ വലിയ വീഴ്ചകളില്ലാതെ മുന്നോട്ട് പോകുന്നു. എന്നാലും ഇംപ്രൂവ്മെന്റ് നടത്തേണ്ട വലിയ കാര്യങ്ങൾ കുറച്ചുണ്ട്. കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച കരുളായി നെടുങ്കയം ഉന്നതിയിലെ മണിയുടെ കുടുംബത്തെ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ, മെമ്പർ എന്നിവർ അടങ്ങുന്ന ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. പൊതുവിതരണം, വനിതാ ശിശു വികസനം, ട്രൈബൽ, റവന്യൂ, വനം, പോലീസ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും സന്ദർശനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.